കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഭയാനകമാം വിധം വർദ്ധിച്ചു വരികയാണ്. വേനൽ കടുത്തതോടെ ചൂടിൽ നിന്നും രക്ഷ തേടി ഈർപ്പമുള്ള ഇടങ്ങൾ അന്വേഷിച്ച് പാമ്പുകൾ വീടിനുള്ളിലേക്ക് പോലും കടന്നുവരുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വന്യജീവി സംരക്ഷകർ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. പാമ്പുകളെ ഭയക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇവയെക്കുറിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങൾ കൂടെയുണ്ട്. പാമ്പ് പകവീട്ടുമെന്നും കൊന്ന പാമ്പിന്റെ ഇണ തേടി വരുമെന്നുമൊക്കെയുള്ള കഥകൾ കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. ഈ അടുത്ത കാലത്ത് കാസർഗോഡ് നടന്ന ഒരു സംഭവവും യുപിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയും ഈ വിശ്വാസങ്ങൾക്ക് ശക്തി പകരുന്നവയുമാണ്. അങ്ങനെ മറ്റ് നിരവധി സംഭവങ്ങളുമുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം? പാമ്പുകൾ ശരിക്കും പകവീട്ടുമോ? ആദ്യം നമുക്ക് കാസർഗോഡ് പൈവളിക പഞ്ചായത്തിലെ കുരുടപ്പദവിൽ നടന്ന ആ ഞെട്ടിക്കുന്ന സംഭവം നോക്കാം. പരേതനായ മാങ്കുവിന്റെ ഭാര്യ ചോമു എന്ന വീട്ടമ്മ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നത്. സംഭവത്തിന് പിന്നാലെ പാമ്പ് പിടുത്തക്കാർ വീട്ടിലെത്തി ആ മൂർഖൻ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറുകയും ചെയ്തു. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ആ വീട്ടമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടന്ന അന്ന് രാത്രി ബന്ധുക്കൾ വീടിന്റെ വരാന്തയിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചു. പാത്രത്തിന് ചുറ്റും ചാരവും വിതറി. പാമ്പിന്റെ സാന്നിധ്യം അറിയാനായിരുന്നുവത്രേ ഇത്. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ പാത്രത്തിലെ വെള്ളം തീർന്നിരിക്കുന്നു. പാത്രത്തിന് ചുറ്റും പാമ്പ് ഇഴഞ്ഞു നടന്ന ലക്ഷണങ്ങളും കണ്ടു. മരിച്ച സ്ത്രീയെ കടിച്ച അതേ പാമ്പ് തന്നെ അവിടെ തിരിച്ചെത്തി വെള്ളം കുടിച്ചു പോയി എന്നാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായി ഇതിനെ കാണുന്നവരും ഏറെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ മറ്റൊരു വാർത്ത ഉത്തർപ്രദേശിൽ നിന്നുള്ളതായിരുന്നു. ഗുഡൂപ്പ ചൗരി എന്ന യുവാവ് ബൈക്കിൽ പോകുമ്പോൾ അബദ്ധത്തിൽ ഒരു മൂർഖൻ പാമ്പിന്റെ വാലിലൂടെ ബൈക്ക് കയറ്റിയിറക്കി. എന്നാൽ പ്രതികാരദാഹിയായ ആ പാമ്പ് യുവാവിന്റെ ബൈക്കിന് പിന്നാലെ പായുകയായിരുന്നു. ഇതോടെ ഭയന്നുപോയ യുവാവ് ബൈക്ക് റോഡിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച അതിലും അതിശയകരമായിരുന്നു. ആ പാമ്പ് വീണുകിടക്കുന്ന ബൈക്കിന് മുകളിൽ 1 മണിക്കൂറോളം പത്തി വിരിച്ചിരുന്നു. തന്നെ ഉപദ്രവിച്ചവനെ തേടി വന്നതാണ് ആ പാമ്പ് എന്നാണ് അവിടെ തടിച്ചുകൂടിയ ആളുകളെല്ലാം വിശ്വസിച്ചത്. കേൾക്കുമ്പോൾ അതിശയകരമായി തോന്നാമെങ്കിലും ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇതിലെല്ലാം വലിയ തെറ്റിദ്ധാരണകളുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. പാമ്പുകൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാനോ പക വീട്ടാനോ ഉള്ള കഴിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാമ്പുകളുടെ തലച്ചോറ് വളരെ ലളിതമാണ്. സ്നേഹം, പ്രതികാരം, വിദ്വേഷം തുടങ്ങിയ സങ്കീർണമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്ന ലിംബിക് സിസ്റ്റം പാമ്പുകൾക്കില്ല. ഒരു മനുഷ്യന്റെ മുഖം ഓർത്തുവെക്കാനോ പിന്നീട് അയാളെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാനോ ഉള്ള ബുദ്ധിശക്തിയൊന്നും പാമ്പുകൾക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇണയെ തേടി കണ്ടെത്തുന്നത് എന്നത് ഒരു ചോദ്യമാണ്. പ്രജനന കാലമാകുമ്പോൾ പെൺപാമ്പുകൾ അവയുടെ ശരീരത്തിൽ നിന്നും പ്രത്യേകതരം ഫെറമോണുകൾ പുറപ്പെടുവിപ്പിക്കുന്നു. ഈ രാസഗന്ധം വായുവിലൂടെയോ പാമ്പ് ഇഴഞ്ഞുപോകുന്ന മണ്ണിലൂടെയോ പടരുന്നു. ഓരോ വർഗത്തിലെ പാമ്പുകൾക്കും അവരുടേതായ പ്രത്യേക ഗന്ധമാണുള്ളത്. ഈ ഗന്ധം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവ തങ്ങളുടെ ഇണയെ കണ്ടെത്തുന്നത്. പലപ്പോഴും ഈ 2 പാമ്പുകളുടെ സാന്നിധ്യവും നമുക്ക് പ്രതികാരമെന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. യഥാർത്ഥത്തിൽ പാമ്പുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ജീവികളാണ്. അവയ്ക്ക് വിഷം നൽകിയിരിക്കുന്നത് ഇര പിടിക്കാനാണ്. തങ്ങൾക്ക് ഭീഷണിയാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് പാമ്പുകൾ ആത്മരക്ഷാർത്ഥം കടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി നിർത്തി പാമ്പുകളെ അകറ്റാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. വീടിനു ചുറ്റും കാടും പടലവുമില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുക. പാമ്പിന് വീട്ടിലേക്ക് കടന്നുവരാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ തന്നെ ശാസ്ത്രീയമായ ചികിത്സാരീതികളെ തന്നെ പിന്തുടരുക എന്നതും പ്രധാനമാണ്. അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകാതെ ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.